കൊല്ലപ്പള്ളി തോട് നവീകരണം ഫലം കണ്ടു. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിഞ്ഞതായി നാട്ടുകാർ. പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മാണി സി കാപ്പൻ MLA സ്ഥലം സന്ദർശിച്ചു. വർഷങ്ങളായി മഴക്കാലത്ത് വെള്ളപ്പൊക്കം നേരിട്ടിരുന്ന കൊല്ലപ്പള്ളിയിൽ തോട് വീതി കൂട്ടി വൃത്തിയാക്കിയതോടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതായി പ്രദേശവാസികൾ. നവീകരണ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് അനുവദിച്ച മാണി സി കാപ്പൻ MLA സ്ഥലം സന്ദർശിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മഴക്കാലത്ത് തോട്ടിൽ പോളയും മാലിന്യങ്ങളും നിറഞ്ഞ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ഇതുമൂലം പ്രദേശത്ത് വെള്ളപ്പൊക്കം പതിവാവുകയും ചെയ്തിരുന്നുവെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. തോട് വീതി കൂട്ടി വൃത്തിയാക്കിയതോടെ വെള്ളം സുഗമമായി ഒഴുകുന്നതിനും വെള്ളക്കെട്ട് ഒഴിവാകുന്നതിനും സാഹചര്യം ഒരുക്കിയതായും അവർ പറഞ്ഞു. MLAയുടെ ഇടപെടലിലൂടെ ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന് പ്രദേശവാസികൾ മാണി സി കാപ്പൻ MLAയോടും കൊല്ലപ്പള്ളി വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മിയോടും നന്ദി അറിയിച്ചു. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. ഈ തോടെന്ന് പറയാനില്ലായിരുന്നു. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റെക്കാർഡിക്കലായിട്ട് 17 മീറ്റർ വീതിയുള്ള ഒരു തോടായിരുന്നു. പക്ഷേ തഴകളും വെള്ളവും എല്ലാം പിടിച്ചു കിടന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLA കണ്ട് ഞങ്ങളുടെ മെമ്പർ അത് പറയുകയും MLA മുൻകൈ എടുത്ത് മെമ്പറുടെ കെയർ ഓഫിൽ തോട് ഞങ്ങൾക്ക് വൃത്തിയാക്കി തരുകയും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങളുടെ ഇവിടെ വീടുകളിലും റോഡിലും എല്ലാം വെള്ളം കയറി നശിക്കുന്നതായിരുന്നു. ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്കിത് ചെയ്തു തന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MLAയ്ക്കും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഞങ്ങളുടെ വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മിക്കും ഈ നാട്ടുകാരുടെ പേരിൽ നന്ദി പറയുന്നു. നവീകരണത്തിന് നേതൃത്വം നൽകിയ MLAയ്ക്ക് വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മി നന്ദി രേഖപ്പെടുത്തി. കാലങ്ങളായിട്ട് ഇവിടെ തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ടെന്ന് തോന്നുന്നില്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ തോട്ടിലോട്ടൊരു വെയിൽ വീഴുന്നിട്ട് കാലങ്ങളായ അവസ്ഥയായിരുന്നു. തഴന്നിറങ്ങിയിട്ട് ഒരു തുള്ളി വെള്ളം പാസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു തടയണ തീർത്ത പോലെ നിന്ന ഒരു തോട്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടിൽ കൂടി ഇപ്പം വെള്ളം ഒഴുകാൻ സാധ്യമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ഷൻ്റെ സമയത്ത് വന്നപ്പം റോസ ചേച്ചിയും ബാബുചേട്ടനും ആദ്യം എൻ്റെ ശ്രദ്ധപ്പെടുത്തിയ കാര്യമായിരുന്നു ഈ തോട്ടിൽ കൂടി ഒന്ന് വെള്ളം ഒഴുക്കി കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പഞ്ചായത്തിലേക്ക് പോയപ്പം അത് തീർച്ചയായിട്ടും ഇറിഗേഷൻ്റെയൊക്കെ വകുപ്പ് അനുമതിയൊക്കെ താമസം വരുമെന്ന് അറിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇത് നമ്മുടെ MLA ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും ഇങ്ങനൊരു കാര്യം സാറിനെ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. MLAയുടെ പ്രത്യേക പരിഗണന മുഖാന്തരം ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ട് തന്നെയാണ് അത് ഇവിടെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അത് വിനിയോഗിക്കാനായിട്ട് സാധിച്ചത്. ബഹുമാനപ്പെട്ട MLAയ്ക്കും അതുപോലെ തന്നെ MLA ഓഫീസിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സ്ഥലം സന്ദർശനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി ചോക്കാട്ട്, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് വടക്കേക്കര, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്തു. നിരവധി പ്രദേശവാസികളും സന്ദർശനത്തിൽ ഉണ്ടായിരുന്നു. തോട് ഏതാണ്ട് 2-3 പേർക്ക് ഒന്ന് നേരെ നിൽക്കാനുള്ള സൈഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇടയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാണ്ട് ഒരു ലാലന്തോടിൻ്റെ തലയ്ക്കും പോലെ നല്ല വീതിയായിട്ട് ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 4 പഞ്ചായത്തിൻ്റെ അതിരുകളാണ് ഇവിടെ. ഒന്ന് കരൂർ പഞ്ചായത്ത്, ഒന്ന് കടനാട് പഞ്ചായത്ത്, ഒന്ന് ഭരണങ്ങാനം പഞ്ചായത്ത്, പിന്നെ 3 പഞ്ചായത്ത്. അപ്പം 3 പഞ്ചായത്തിൻ്റെ അതിരെന്ന് വേണേൽ പറയാം. ഏറ്റവും 2 പഞ്ചായത്തുകളെ ഒന്നിപ്പിക്കുന്ന ഒരു പാലവും കൂടിയാണിത്. i4a ന്യൂസ്, പാല.